ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കാണാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി LDC മെയിൻസിനായിട്ട് വെറും 3 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ഒട്ടും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് മാത്രമേ മാറ്റി വയ്ക്കാവുള്ളൂ. ഓരോ മാർക്കിനും നമുക്ക് വിലയുള്ള ഒരു സെക്ഷനാണ് ഈ മെയിൻസ് എന്ന് പറയുന്നത്. സോ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഒരുവിധം താല്പര്യമുള്ളവർ അവോയ്ഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന ഒരു മേഖലയാണത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും കെമിസ്ട്രിയെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, നിന്ന് എടുത്തു തരാമോ എന്ന്. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഫസ്റ്റ് സെക്ഷൻ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 സെക്ഷനായിട്ടാണ് പറയുന്നത്. ആദ്യം 8ാം ക്ലാസ് പറയും, അതിനുശേഷം നമ്മൾ ആറ്റത്തിനെ പറ്റിയിട്ട് 9ാം ക്ലാസ് പറയും. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പദാർത്ഥ സ്വഭാവം. ഇതിനകത്താണ് തന്മാത്രകൾ, രൂപാന്തരത്വം ഒക്കെ വരുന്നത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെക്ഷൻ ഞാൻ പറയില്ല, പക്ഷേ ആറ്റം ഞാൻ നന്നായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമായതുകൊണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള വസ്തുക്കളുണ്ട് അല്ലേ? പലതരത്തിലുള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുടെ എല്ലാം നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്മാത്രകൾ കൊണ്ടാണെന്ന് ആദ്യം പഠിച്ചു. പിന്നീട് പറഞ്ഞു ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള വേറൊരു കണികയുണ്ട്, അതാണ് ആറ്റം എന്ന് അല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പദാർത്ഥങ്ങൾക്കകത്ത് ഏതൊക്കെ അവസ്ഥകളാണുള്ളത്, ഓരോ പദാർത്ഥങ്ങളും ഏതൊക്കെ അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെയാണ്. അപ്പം ബേസിക് ആയിട്ട് പറയുമ്പം ഖരം, ദ്രാവകം, വാതകം, 3 അവസ്ഥകളിലാണ് പദാർത്ഥങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഖരം എന്ന് പറയുന്നത്? എന്താണ് ഖരം? ഒരു സ്പെസിഫിക് ഷേപ്പ് ഉള്ളത് അല്ലേ? കല്ല്, കട്ട, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മൗസ് ആയിക്കോട്ടെ, കീബോർഡ് ആയിക്കോട്ടെ, ഒരു ബുക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ഒരു സ്പെസിഫിക് ഷേപ്പോട് കൂടിയിട്ടുള്ളതും കണികകളെല്ലാം വളരെ ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഖരം എന്ന് പറയുന്നത്. അതിനൊരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ട്. ഇനി ദ്രാവകം എന്താണ്? ദ്രാവകത്തിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഒന്നുമില്ല. കണികകൾ കുറച്ചുകൂടെ അകന്നകന്നാണ് ഇരിക്കുന്നത്. ഏത് പാത്രത്തിലാണോ ഒരു ദ്രാവകം എടുക്കുന്നത് ആ ഒരു പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ദ്രാവകം കാണിക്കുന്നത്. ഇനി വാതകമാണെങ്കിലോ എന്താ പ്രത്യേകത? കണികകൾ വളരെ വളരെ അകന്നാണ് ഓരോന്നും നിൽക്കുന്നത്. അതിന് പർട്ടിക്കുലർ ഷേപ്പ് ഇല്ല, മണമില്ല, രുചിയില്ല, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇനി എന്താണ് ദ്രവ്യം അഥവാ മാറ്റർ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫിസിക്സിനകത്തും പഠിക്കുന്ന കാര്യങ്ങളാണ്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. എന്താണ് ഒരു പദാർത്ഥം? ഒരു സ്ഥിതി ചെയ്യാനായിട്ട് അതിനൊരു സ്ഥലം വേണം, അതിനൊരു പർട്ടിക്കുലർ ഭാരം അഥവാ മാസും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പദാർത്ഥം അഥവാ ദ്രവ്യം അഥവാ മാറ്റർ എന്ന് വിളിക്കുന്നത് ആണല്ലോ. ഇനി പ്ലാസ്മയും മറ്റവസ്ഥകളും, വിവിധ തരം അവസ്ഥകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളെ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടാറുണ്ട്. പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പം സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്നത്, അതുപോലെ താപനില അവിടെയൊക്കെ എന്തായിരിക്കും? ചൂട് വളരെ കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ. അപ്പൊ സൂര്യന്റെ കേന്ദ്രത്തിൽ കാണുക എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിലും നിങ്ങൾ താപനിലയിൽ കൂടുതലായിട്ട് നിൽക്കുമ്പം അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു രൂപവും കൂടെയാണ്, പദാർത്ഥത്തിന്റെ അവസ്ഥയും കൂടെയാണ് പ്ലാസ്മ. ഓർത്തു വെക്കാമല്ലോ. നെക്സ്റ്റ് നോക്കാം. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നാണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് 5ാമത്തെ അവസ്ഥ. 6ാമത്തെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ്. ഫെർമയോണിക് കണ്ടൻസേറ്റ് 6ാമത്തേതാണ്. പദാർത്ഥത്തിന്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ്. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നത്. അപ്പം 4ാമത്തെ അവസ്ഥ പ്ലാസ്മ, 5ാമത്തേത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തേത് ഫെർമയോണിക് കണ്ടൻസേറ്റ്, മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം തന്നെ എവിടെ മാത്രമേ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ? അതായത് ലബോറട്ടറീസിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. ഇനി പദാർത്ഥങ്ങളിലേക്ക് നോക്കാം. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്.
ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നു. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനങ്ങളും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ എല്ലാ കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ സാധാരണ കണ്ണുപയോഗിച്ച് കാണാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ കണികകളാണ് അതിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത്. ഇപ്പം കല്ലിനകത്ത് അടങ്ങിയിരിക്കുന്ന കണികകളാണ് കല്ലിൻ്റെ ആ ഒരു ആകൃതിക്ക്, കല്ലിൻ്റെ ഒരു കാഠിന്യത്തിനും എല്ലാം കാരണം. അപ്പോൾ ഓരോ കണികകൾക്കും ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണും, ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കുക, അവസ്ഥാ പരിവർത്തനം. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ബേസിക് ആയിട്ട് അങ്ങ് പറഞ്ഞു പോവാണ് സമയമില്ലാത്തത് കൊണ്ട്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഐസിനെ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ ഐസിനെ നമ്മളെടുത്ത് വെളിയിൽ വെച്ച് കഴിയുമ്പം അത് എന്തായി മാറും? ജലമായി മാറും. ജലം വീണ്ടും ചൂടാക്കിയാൽ എന്ത് പറ്റും? അത് നീരാവി അഥവാ ഗ്യാസ് ആയിട്ട് മാറും. അപ്പം ആദ്യം ഖരമായിരുന്നു, അതിനെ വെളിയിലെടുത്ത് വെച്ചപ്പോൾ അത് ദ്രാവകമായിട്ട് മാറി. അതിനെ ചൂടാക്കിയാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് വാതകം അഥവാ ഗ്യാസ് ആയിട്ട് മാറും, ആണല്ലോ. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ജലത്തെ വീണ്ടും തണുപ്പിച്ചാൽ എന്ത് പറ്റും? ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്ത് പറ്റും? പിന്നെയും ഐസാവും, അല്ലെ? ഖരമായിട്ട് മാറും. അതുപോലെ വാതകത്തിനെ തണുപ്പിച്ചാൽ എന്ത് പറ്റും? അത് ദ്രാവകമായിട്ട് മാറും, അല്ലെ? വെള്ളം ആവുന്നതായിട്ട് കണ്ടിട്ടില്ലേ? വാതകം പിന്നെയും തണുത്ത് ഇങ്ങനെ മൂടി വെക്കുവാണെങ്കിൽ നീരാവിയുടെ മണ്ടയ്ക്ക് വെള്ളത്തുള്ളി ഇരിക്കത്തില്ലേ? അത് അവസ്ഥാ പരിവർത്തനം എന്ന് പറയും. ചൂടാക്കുകയും തണുപ്പിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് അവസ്ഥാ പരിവർത്തനം അതിനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ഉൽപ്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചോദിക്കാറുണ്ട്. ചില ഖരപദാർത്ഥങ്ങളിൽ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. നമുക്കറിയാം, ഖരം ചൂടാക്കിയാൽ അത് ദ്രാവകം, ദ്രാവകം പിന്നെയും ചൂടാക്കിയാൽ അത് വാതകം. എന്നാൽ ചില ഖരപദാർത്ഥങ്ങളിൽ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെള്ളം ആവത്തില്ല, നേരിട്ട് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് അങ്ങ് മാറും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് വിളിക്കുന്നത്, ആണല്ലോ. അപ്പം പാറ്റ, ഗുളിക, അയഡിൻ എന്നിവ ഇത്തരത്തിലുള്ള ഖരപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. കർപ്പൂരമൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം. ഇതിന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറ്റാ ഗുളികയൊന്നും വെള്ളം ആവത്തില്ല, ഡയറക്റ്റ് അങ്ങ് ഗ്യാസ് ആയിട്ട് മാറുമായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം. അപ്പോൾ സബ്ലിമേഷൻ എന്താണ് അല്ലെങ്കിൽ ഉൽപ്പതനം എന്താണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് എന്ത്? അയഡിൻ. അയഡിനും പാറ്റാ ഗുളികയൊക്കെയാണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. അയഡിൻ്റെ ഏതാനും ക്രിസ്റ്റലുകൾ ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് ചൂടാക്കുക, ബാഷ്പം ഗ്യാസ് ജാറിൽ ശേഖരിക്കുക, ഇതിനു മുകളിൽ മറ്റൊരു ഗ്യാസ് ജാർ ചേർത്ത് വയ്ക്കുക. അത് ഈ പരീക്ഷണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലയോ, ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോഴത്തേക്കും മണം വരുന്നു, അല്ലേ? അതെന്തുകൊണ്ടാ? അത് പെട്ടെന്ന് വ്യാപിക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള കാരണമാണ് ഡിഫ്യൂഷൻ പറയുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നു. ചലന സ്വാതന്ത്ര്യം, ഇപ്പം ചന്ദനത്തിരി കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും പുറപ്പെടുന്ന കണികകൾക്ക് മറ്റു കണികകളുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ കൂടിച്ചേരുമ്പോഴാണ് വ്യാപനം പൂർത്തിയാകുന്നത്. അങ്ങനെ ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് നമ്മൾ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും നമ്മൾ വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ, എന്താണ് മിശ്രിതങ്ങൾ എന്നാണ്. മിക്സ്ചേഴ്സ് എന്താണ്, അതുപോലെ പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ശുദ്ധ പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ, അങ്ങനെ പദാർത്ഥങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമാണ്. അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിനകത്തെ കണികകളെല്ലാം ഒറ്റ ക്യാരക്ടറായിരിക്കും കാണിക്കുന്നത്. എന്നാൽ മിശ്രിതം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കണികകളെല്ലാം വ്യത്യസ്തമായിരിക്കും സ്വഭാവം കാണിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് എന്ത്? മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം മിശ്രിതം, സോഡാവെള്ളം, സ്വർണ്ണത്തിനകത്ത് സ്വർണം മാത്രമേ ഉള്ളൂ. സോഡാവെള്ളം ആകുമ്പോഴോ സാധാരണ ഈ സ്വർണം എന്ന് പറയുമ്പോൾ ഞാൻ ചെമ്പൊക്കെ ചേർത്ത് സ്വർണ്ണമല്ല കേട്ടോ പറയുന്നത്. ഇനി ഈ മിശ്രിതങ്ങളെ ഘടകങ്ങൾ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചായയിൽ നിന്ന് നമ്മൾ ചായയുടെ കൊത്തെടുത്ത് മാറ്റും, അല്ലേ? അതുപോലെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുക,
നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുക. അപ്പം ഒരു മിക്സ്ചറിൽ നിന്നും അതിൻ്റെ ഘടകങ്ങളെ രണ്ടാക്കി മാറ്റാനായിട്ട് കുറേ സന്ദർഭങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും സ്വഭാവം അനുസരിച്ച് നമ്മൾ വേർതിരിക്കുന്നതിന് ഓരോ പ്രോസസ്സാണ്. ഒന്ന് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. എന്താണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ ആ പ്രക്രിയയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ. ഇപ്പോൾ ഒരു മിക്സ്ചർ എടുത്തു. ആ മിക്സ്ചർ എടുക്കുന്ന സമയത്ത് ആ മിക്സ്ചറിനകത്തെ ഒരു ഘടകം, ഇപ്പോൾ ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ ഉപ്പും ഉണ്ട്, അതിനകത്ത് വെള്ളവും ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഉപ്പോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നെങ്കിൽ ബാഷ്പീകരണശീലമുള്ള ഒന്നാണ് ഒരെണ്ണമെങ്കിൽ മറ്റേത് ബാഷ്പീകരിക്കത്തുമില്ല. ഇപ്പോൾ വെള്ളവും ഉപ്പും എടുക്കുകയാണെങ്കിൽ വെള്ളം ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ആവിയായി ബാഷ്പീകരിച്ചു പോകും. അവശേഷിക്കുന്ന ആൾ ഉപ്പാണല്ലോ, ഉപ്പിന് ബാഷ്പീകരണ സ്വഭാവം ഇല്ല. അപ്പം നമുക്ക് എന്തിനെ വേർതിരിച്ച് കിട്ടും? വെള്ളവും മാറി ഉപ്പുമായിട്ട് കിട്ടും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വേദനം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. എന്താണ് സ്വേദനം? രണ്ട് ഘടകങ്ങളുള്ള ഒരു സാധനം അല്ലെങ്കിൽ 2-3 ഘടകം ഉള്ളതാണെങ്കിൽ ഒരെണ്ണം ബാഷ്പീകരണശീലം ഉള്ളവയാണെങ്കിൽ മറ്റേത് ബാഷ്പീകരണശീലം ഇല്ലാത്തതുമായാൽ നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി നമുക്ക് അതിനെ വേർതിരിക്കാനായിട്ട് പറ്റും. ഇനി അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് അടുത്തത് പറയാൻ പോകുന്നത്. എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? നോക്കാം, മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലയിൽ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ടെങ്കിൽ എഥനോള്, മെഥനോള് രണ്ടും കൂടെ കലർന്നിരിക്കുന്ന ഒരു ദ്രാവകം എടുത്തു. എഥനോളിൻ്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിൻ്റെത് 65 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ തമ്മിലുള്ള തിളനിലയുടെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സമയത്താണ് നമുക്ക് വേർതിരിക്കാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം ഉപയോഗിക്കുന്നത്. അതായത് ഇവ പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന മിശ്രിതങ്ങളെ ഘടകങ്ങൾ വേർതിരിക്കാനാണ് അംശിക സ്വേദന പ്രക്രിയയിലൂടെ ഉപയോഗിക്കുന്നത്. മിശ്രിതത്തിലെ ബാഷ്പം ഫ്രാക്ഷനേറ്റിംഗ് കോളം, ഇതാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം, ഫ്രാക്ഷനേറ്റിംഗ് കോളം വഴി കടന്നു പോകുകയും ആവർത്തിച്ചുള്ള സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കുന്നു. ഇതേ തുടർന്ന് തിളനില കുറഞ്ഞ മെഥനോള് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനകത്തു നിന്നും ആദ്യം ബാഷ്പരൂപത്തിൽ കണ്ടൻസറിലേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് തണുത്ത് ദ്രാവകമായി ചുവടുരുണ്ട ഫ്ലാസ്കിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഏറ്റവും ഈ കൂട്ടത്തിൽ തിളനില കുറഞ്ഞ 65 ഡിഗ്രി സെൽഷ്യസ് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മോളോട്ട് പൊങ്ങും അല്ലേ, മെഥനോള്. പക്ഷേ 65 കഴിഞ്ഞ് ഇനി 78 ആയാൽ മാത്രമേ മറ്റേത് ബാഷ്പീകരണം തുടങ്ങത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ മെഥനോൾ നമുക്ക് ഇപ്പുറത്തോട്ട് ശേഖരിക്കാം. അവശേഷിക്കുന്നത് എന്തായിരിക്കും? എഥനോൾ ആയിരിക്കും. അതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി സെപ്പറേറ്റിംഗ് ഫണൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേർതിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പിയിൽ 1/4 ഭാഗത്തോളം മണ്ണെണ്ണ എടുക്കുക. കുപ്പിയിലേക്ക് അത്ര തന്നെ ജലം ഒഴിച്ച് അടച്ചതിന് ശേഷം നന്നായി കുലുക്കുക. ഏതാനും മിനിറ്റ് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? എന്തു പറ്റും? ഇപ്പം എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ ആണെങ്കിൽ മുകളിൽ വന്ന് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പം ഇത് കലരത്തില്ലല്ലോ, വെള്ളവും മണ്ണെണ്ണയും അല്ലെങ്കിൽ വെള്ളവും എണ്ണയും തമ്മിൽ കലരത്തില്ല, രണ്ടും രണ്ടായിട്ട് തന്നെ കിടക്കും. അപ്പം ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്നും വേർതിരിക്കുന്നതാണ് സെപ്പറേറ്റിംഗ് ഫണലിൻ്റെ ജോലി. മനസ്സിലാവുന്നുണ്ടോ? 3 കാര്യങ്ങൾ. ഒന്ന് ഡിസ്റ്റിലേഷൻ, എന്താ ബാഷ്പീകരണശീലം ഉള്ളതും ബാഷ്പീകരണശീലം ഇല്ലാത്തതും തമ്മിൽ വേർതിരിക്കാൻ. 2 അംശിക സ്വേദനം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് തിളനിലയിൽ വ്യത്യാസമുള്ള മിശ്രിതങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ. തമ്മിൽ കലരാത്തതിനെ വേർതിരിക്കാനാണ് സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്യുന്നത്. ദെൻ നോക്കുക സബ്ലിമേഷൻ. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന് വാതകമായിട്ട് ഡയറക്റ്റ്, അതായത് ദ്രാവകം ആയിട്ട് മാറാതെ തന്നെ ഖരം നേരിട്ട് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, +2-ലും ഡിഗ്രിക്കൊക്കെ കെമിസ്ട്രി എടുത്തവരൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അതായത് തൈരിൽ നിന്നൊക്കെ വെണ്ണ കടന്നെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ സെൻട്രിഫ്യൂഗേഷനാണ്. അപ്പോൾ അവിടെ എന്താണ്? കണ്ടില്ലെന്ന് തോന്നുന്നല്ലേ? അതായത് ഒരു ദ്രാവക മിശ്രിതത്തിലെ അലേയങ്ങളായ ഘടകകണികളെ ഭാരത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഭാരം കൂടിയത് കുറഞ്ഞത് അങ്ങനെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അങ്ങനെ നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ, തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കാനൊക്കെ എടുക്കുന്നത്
ഇതാണ്. അപ്പോൾ ഭാരം സെൻട്രിഫ്യൂഗേഷൻ. നെക്സ്റ്റ് ക്രൊമാറ്റോഗ്രഫി, അത് എപ്പോഴും നമുക്ക് അറിയാമായിരിക്കും അല്ലേ. ഈ ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, നിറമാണ് വരുന്നത് അല്ലേ. നിറവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് ഓർക്കുക. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനായതുകൊണ്ട് ഈ പ്രക്രിയയെ ക്രൊമാറ്റോഗ്രഫി എന്ന് അറിയപ്പെടുന്നു. നിറങ്ങളെയാണ് വേർതിരിക്കാൻ ആദ്യം കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കും, ക്രൊമാറ്റോഗ്രഫി എന്ന് വിളിക്കും. അപ്പം അതിശോഷണമാണ് ക്രൊമാറ്റോഗ്രഫിക്ക് ആധാരം. എന്താണ്, അബ്സോർഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ക്രൊമാറ്റോഗ്രഫിയുടെ ആധാരം എന്നിവിടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് 3 പ്രോസസ്സ്, ഏതൊക്കെയാണ് 3 അവസ്ഥാന്തരങ്ങളെന്നും സിലബസ് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, തന്മാത്ര ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ രൂപാന്തരത്വം. അപ്പം ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫോർമേഷൻ, ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ വേർതിരിക്കാം എന്നുള്ളത്. അതുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്രയും ആവശ്യമുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഈ ആറ്റം എന്ന് പറയുന്ന പോർഷൻ. ഈ ആറ്റം എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. തുടങ്ങാം. ശ്രദ്ധിക്കുക, ആറ്റത്തിൻ്റെ ഘടന സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുമ്പം എന്താണ് ആറ്റം? അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിസൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ ആണല്ലോ. അപ്പം ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്ന എന്തിനാണെന്നതിനെ കുറിച്ചൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് 1807 ജോൺ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. 1807 ജോൺ ഡാൾട്ടൺ ആണ്, ഇദ്ദേഹമാണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. അറ്റോമിക സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതാണ്ട് 1 നൂറ്റാണ്ടോളം നിലനിന്നു. കാരണം അതിനെ ശാസ്ത്രീയമായി നിരാകരിക്കുന്നതിനുതകുന്ന നിരീക്ഷണങ്ങളോ പരീക്ഷണ ഫലങ്ങളോ ഒന്നും അന്നില്ലായിരുന്നു. ഇനി എന്താണ് ഡാൾട്ടന്റെ അറ്റോമിക നിയമങ്ങൾ? ശ്രദ്ധിച്ചേ. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒന്നാമത്തെ പോയിന്റ്, എല്ലാ പദാർത്ഥങ്ങളിലും ആറ്റം എന്ന് പറയുന്ന ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതായത് രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ആറ്റത്തിനെ ഒന്നെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനോ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താണ്, ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകം എന്ന് പറയുന്നത് ഇപ്പോൾ ഓക്സിജൻ ആണെന്ന് വെച്ചോ, O2 എന്ന് പറയുന്ന ഈ ഒരു ഓക്സിജന്റെ മൂലകം, ആ മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എപ്പോഴും എന്തായിരിക്കും, സമാനമായിരിക്കും എന്ന് പറഞ്ഞു. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും, ഇനി വ്യത്യസ്ത ഓക്സിജനും ഹൈഡ്രജനും എടുത്തു വെച്ച് നോക്കുവാണെങ്കിലോ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും ആറ്റങ്ങൾ പല ഗുണങ്ങളും പല മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ആ ഒരു കണിക തന്മാത്രയല്ല, ആറ്റമാണ്. 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇത്രയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അറ്റോമിക സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം നോക്കിയേ, ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണാന്തത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അസുഖം ഡാൾട്ടനിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഒന്നുകൂടെ ഈ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളൊന്നും എടുത്തു വെച്ച് നോക്കിയേ. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. സെക്കൻഡ്, ആറ്റം cannot be divided during the chemical reaction. Atom can neither be created nor be destroyed. Atoms of the same elements are identical in property, size and mass. Atoms of different elements differ in their properties and mass. അതുപോലെ atom is the smallest particle that can take part in chemical reaction. Last, compounds are formed when atoms of 2 or more elements combine into simple ratio. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത്, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കുറേ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പം ആ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. നമുക്ക് വേണ്ടത് അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ബോറിൻ്റെതും റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടത്. അത് വരുന്നതിന് മുമ്പേ നോക്കിക്കേ, ഒന്ന്
നോക്കൂ, സർ ഹംഫ്രി ഡേവിയുടെ കണ്ടുപിടുത്തമാണ്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്. ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും 2 തരം വൈദ്യുത ചാർജുകളാണുള്ളതെന്നും പോസിറ്റീവും നെഗറ്റീവും. ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിൽ മറ്റൊരു പദാർത്ഥമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നതെന്നും സമർത്ഥിച്ച ആളാണ് ഇദ്ദേഹം. നെക്സ്റ്റ് ആളെ നോക്കിക്കേ, മൈക്കിൾ ഫാരഡെ. എല്ലാവർക്കും അറിയാമല്ലോ, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് മൈക്കിൾ ഫാരഡെ. അപ്പോൾ ഇദ്ദേഹം ഹംഫ്രി ഡേവിയുമായി ചേർന്ന് പരീക്ഷണങ്ങളിലൂടെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിയുകയും വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്നും കണ്ടെത്തി. തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും ആവിഷ്കരിച്ചു. എന്നാൽ ഇതിനു കാരണമായ വസ്തുതകൾ എന്താണെന്ന് വ്യക്തമാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഹെൻറിച്ച് ഗീസ്ലർ ആണ്. 1857 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായ ഹെൻറിച്ച് ഗീസ്ലർ രൂപം കൊടുത്ത ഡിസ്ചാർജ് ട്യൂബിന്റെ ആവിർഭാവത്തോടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നു തിരിച്ചറിയുകയും ഗീസ്ലറും ജൂലിയസ് പ്ലക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടുകയും ചെയ്തു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമുക്കിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ശാസ്ത്രജ്ഞന്മാരുടെയും പറ്റിയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾ വായിച്ചു നോക്കുന്നതിനാണ് നല്ലത്. റോൺജനെ പറ്റിയിട്ടും പിന്നെ ജെ തോംസനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും ഞാനൊന്ന് ഓടിച്ചിട്ടൊന്ന് പറയാം. അതായത് ജെ തോംസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് എന്ത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത്, അല്ലേ? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഏണസ്റ്റ് റൂദർഫോർഡിന്റെ നെക്സ്റ്റ് കണ്ടുപിടുത്തത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയൊക്കെ പറയുന്നുണ്ട്. അവിടെ തൊട്ടിട്ട് അങ്ങോട്ട് പറയാം കേട്ടോ. ചാഡ്വിക്ക് കണ്ടുപിടിച്ചത് ന്യൂട്രോൺ ആണ്. അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും നിങ്ങളിതൊന്ന് വായിച്ചു നോക്കണേ. സമയക്കുറവുള്ളത് കൊണ്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് അത് പറയാം. ഇനി ആ ഒരു ശാസ്ത്രജ്ഞന്മാരുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇവിടെ തൊട്ട് നമുക്ക് വേണം. ശ്രദ്ധിക്കുക, ഏതൊരു മൂലകത്തിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് മൂലകങ്ങളെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതായത് ഓരോന്നിനകത്ത് അടങ്ങിയിട്ടുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഓരോ മൂലകങ്ങളും മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിനെ പറ്റി നോക്കിക്കേ. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. മാസ് തീരെ കുറവാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗമാണ്. എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോൺ. ഇനി ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, മാസ് വളരെ കുറവാണ്, ന്യൂക്ലിയസിന് വെളിയിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. നെക്സ്റ്റ് പ്രോട്ടോൺ എന്ന് നോക്കാം. പോസിറ്റീവ്, പി പോലെ തന്നെ, അതായത് പി പോസിറ്റീവ് ചാർജ് ആണ്. മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. അതുപോലെ ന്യൂക്ലിയസിൽ അകത്താണ് ഇത് കാണപ്പെടുന്നത്. ഇനി ന്യൂട്രോൺ എന്തായിരിക്കും? ന്യൂട്രോണിന് ചാർജ് ഇല്ല, മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ഇതും ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് വെളിയിലാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നോക്കിക്കേ, ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. മീൻസ് എന്താണ്? ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുകളും പോസിറ്റീവ് ചാർജുകളും കൂടെ നമുക്കറിയാം. 2 നെഗറ്റീവ് ചാർജും 2 പോസിറ്റീവ് ചാർജുകൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് ന്യൂട്രലായി പോകും. അതുപോലെ തന്നെ ആറ്റം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇനി റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ പ്ലാനറ്ററി മോഡൽ ആരുടെയാണ്? റൂദർഫോർഡിന്റെ ആണെന്ന് ഓർക്കുക. നോക്കുക, ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും മാസ് മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും റൂദർഫോർഡ് തന്നെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിരുന്നു. ആറ്റത്തിന് ഏറെക്കുറെ സ്വീകാര്യമായ മാതൃക നിർദ്ദേശിച്ചത് റൂദർഫോർഡ് ആണ്. ഈ മാതൃക സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നു. അതായത് ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സൗരയൂഥങ്ങളെ പോലെയാണെന്ന് പറയാം. നമുക്കറിയാം, സൂര്യൻ നടുക്ക് നിൽക്കുന്നു, ചുറ്റും ഗ്രഹങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഇലക്ട്രോണുകൾ ഷെല്ലിനകത്ത്
എന്താണ് ഷെല്ലിനകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് റൂദർഫോർഡിന്റെ എന്ത് മാതൃക? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അഥവാ സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നത്. പൊതുവെ റൂദർഫോർഡിന്റെ ആറ്റം മാതൃക സ്വീകാര്യമായിരുന്നു എങ്കിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അയാളുടെ എനർജി എല്ലാം താഴെ പോയിട്ട് അയാൾ താഴോട്ട് വീഴുമല്ലോ. താഴോട്ട് വീഴുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രോണിന്റെ എനർജി നഷ്ടമായിട്ട് നടുക്കോട്ട് ആകർഷണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നടുക്കോട്ട് ഉരുണ്ട് വീഴുന്നില്ല. അതിനെ പറ്റിയിട്ട് ചോദിച്ചെങ്കിലും ആർക്ക് പറയാൻ പറ്റിയില്ല? റൂദർഫോർഡിന് അത് പറയാൻ പറ്റിയില്ല. അത് പറയാൻ പറ്റിയ ആളെന്ന് പറയുന്നത് നെക്സ്റ്റ് ആളായിരുന്നു. അയാളുടെ പേരാണ് ബോർ. എന്താണ്? ബോറിന്റെ ആറ്റം മോഡൽ. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ റൂദർഫോർഡിന്റെ കഴിഞ്ഞു. നെക്സ്റ്റ് നീൽസ് ബോറിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകി പുതിയൊരു മാതൃക നിർദ്ദേശിച്ച ആളായിരുന്നു നീൽസ് ബോർ. ഈ മാതൃക ബോർ മാതൃക എന്നറിയപ്പെടുന്നു. ആറ്റത്തിന്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാൻ ബോർ മാതൃക ഉപയോഗപ്പെടുത്തുന്നു. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ബോറാണ് എന്ത്? ഷെൽ അഥവാ ഓർബിറ്റ്. ഈ ഷെൽ എന്ന് പറഞ്ഞല്ലോ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിന് ഓർബിറ്റ് എന്ന പേര് നൽകിയത് ബോറാണ്. ഇനി എന്താണ് ബോർ പറഞ്ഞ കാര്യങ്ങൾ? അത് ശ്രദ്ധിച്ചോളൂ. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദർശനം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകളിലാണ്. ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഈസ് എ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. അപ്പം ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക പാതയിലൂടെയാണ്. ആ പാതയെ അദ്ദേഹം വിളിച്ചു ഓർബിറ്റ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതായത് ഇപ്പം ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്, അതിന് ചുറ്റും അടുത്ത വേറൊരു ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഓർബിറ്റിനും ചുറ്റുന്ന ഇലക്ട്രോണുകൾക്ക് പർട്ടിക്കുലർ എനർജി ഉണ്ട് അല്ലേ? ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. അതുകൊണ്ട് നമുക്ക് ഊർജ്ജ നിലങ്ങൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് ഈ ഓർബിറ്റ്സിനെ വിളിക്കാം. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഊർജ്ജം തീരുന്നില്ല എന്ന് ചോദിച്ചതിനുള്ള ആൻസറാണ്. ഒരു പർട്ടിക്കുലർ ഷെല്ലിൽ കൂടെ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു ഊർജ്ജം കൂടുന്നതുമില്ല കുറയുന്നതുമില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും. ഇപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ഷെല്ലിൽ ഊർജ്ജം എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്ന് പോകുന്തോറും ഓർബിറ്റ്സ് അഥവാ ഷെല്ലുകളുടെ ഊർജ്ജം എനർജി കൂടിക്കൂടി വരുന്നു. ദ എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്നും തുടങ്ങി 1, 2, 3, 4, 5 എന്നിങ്ങനെ നമ്പറുകൾ നൽകും. അതിന് KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ല് നമ്മൾ K എന്ന് വിളിക്കും, രണ്ടാമത്തെ ഷെല്ല് നമ്മൾ L എന്ന് വിളിക്കും. അങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ബോറിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് മാസ് നമ്പറും അറ്റോമിക് നമ്പറും എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുക, പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം, അതിനനുസരിച്ചിട്ടാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കും. ഇതിനെ A വെച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് മാസ് നമ്പർ? ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ എന്ന് പറയുന്നതാണ് മാസ് നമ്പർ. കൂട്ടുന്നത് A എന്ന അക്ഷരം കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഇതിനെ Z എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി നമ്മളോട് ചോദിക്കുക, അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തിനെയാണ് നമ്മൾ ആ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആയിട്ട് പറ്റും. മനസ്സിലാവുന്നെന്ന് വിചാരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓടിച്ചിട്ടങ്ങ് പോകുന്നത്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം, പക്ഷേ നമ്മൾ സമയക്കുറവ് മൂലമാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. ഇനി മൂലകത്തിലെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഇവിടെ സോഡിയത്തിൻ്റെ ഒരു അറ്റോമിക് നമ്പറും മാസ് നമ്പറുമാണ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോഡിയം Na ആണ് സിമ്പല്. ഇത് 11 എന്ന് പറയുന്നത് എന്താണ്? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. മോളിൽ എഴുതിയിരിക്കുന്നത് മാസ് നമ്പർ ആണ്. എങ്ങനെയാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് 23. അപ്പം അതിൻ്റെ അറ്റോമിക് നമ്പർ 11. അപ്പം താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പറും മോളിൽ എഴുതുന്നത് എന്തായിരിക്കും? മാസ് നമ്പറും ആയിരിക്കും. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇലക്ട്രോൺ വിന്യാസത്തെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു KLMNO അങ്ങനെ പോകുന്ന എന്തുണ്ട് ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഓരോന്നിലും അവർ കാണിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. എങ്കിൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ എഴുതാം? ഒരെണ്ണ ഉള്ളതുകൊണ്ട് K ഷെല്ലിനകത്തായിരിക്കും. ഫസ്റ്റ് ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോൺ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഹീലിയം എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം Kക്കകത്ത്, അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ 2, 8 ഇങ്ങനെയാണ് പോകുന്നത്. എന്ത് 2, 8, 8, 18 ഇങ്ങനെ പോകുന്നതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കിപ്പം പൊതുവേ ഈ ഒരു സമയ ലഭ്യതക്കുറവ് മൂലം ഇങ്ങനെ പറഞ്ഞു പോകാനേ നിവൃത്തിയുള്ളൂ. സോ ഹീലിയം എന്ന് പറയുന്നത് K ഷെല്ലിനകത്ത് മാക്സിമം കൊള്ളാവുന്നത് 2 ഇലക്ട്രോൺസ് ആണ്. സോ 2 അവിടെ തന്നെ, എല്ലിനകത്തൊന്നും പോകുന്നില്ല. ലിഥിയം എന്ന് പറയുന്നത് 3 ആണ് അറ്റോമിക് നമ്പർ. അതുകൊണ്ട് Kക്കകത്ത് മാക്സിമം 2 കൊള്ളത്തുള്ളൂ. ബാക്കിയുള്ള ഒരെണ്ണത്തിനെ നമ്മൾ L ഷെല്ലിനകത്തോട്ട് ഇട്ടു. ഇനി ബെറിലിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 4 ആണ്. സോ ഇലക്ട്രോണുകളുടെ എണ്ണം 4 എണ്ണമുണ്ട്. അതുകൊണ്ട് Kക്കകത്ത് മാക്സിമം 2 എണ്ണം കൊള്ളും. അതുകൊണ്ട് എല്ലിനകത്ത് ബാക്കിയുള്ള 2 എണ്ണത്തിനെ ഉൾപ്പെടുത്തി. ഇനി ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. എങ്കിൽ ഇലക്ട്രോൺ 5 എണ്ണമുണ്ട്. Kക്കകത്ത് 2 എണ്ണേ കൊള്ളത്തുള്ളൂ. ബാക്കി 3 എണ്ണത്തിനെ എവിടെ കൊടുത്തു? എല്ലിനകത്ത് കൊടുത്തു. കാർബണിനകത്ത് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം 6. Kക്കകത്ത് മാക്സിമം 2. ബാക്കി 4 എണ്ണത്തിനെ നമ്മൾ എവിടെ കൊടുത്തു? എല്ലിനകത്ത് കൊടുത്തു. ആണല്ലോ. ഇനി നൈട്രജൻ 7, 2, 5, ഓക്സിജൻ 8, 2, 6, ഫ്ലൂറിൻ 9, 2, 7, നിയോൺ 10, 2, 8. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു Kക്കകത്ത് മാക്സിമം എത്ര എണ്ണം കയറും? 2 എണ്ണം കയറും. എല്ലിനകത്ത് മാക്സിമം 8 എണ്ണം കയറും. അടുത്തത് 8 എണ്ണം അല്ല കയറത്തുള്ളൂ. അതുകൊണ്ട് അടുത്ത സോഡിയം എടുക്കുന്ന സമയത്ത് 2, 8, 1 വരും അല്ലേ. 8, 2, 10, 1, 11. സോ ഈ ഒരെണ്ണത്തിനെ എവിടെ കൊണ്ട് കയറ്റും? നമ്മൾ എമ്മിനകത്തോട്ടാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പം Kക്കകത്ത് മാക്സിമം 2 എണ്ണം, എല്ലിനകത്ത് മാക്സിമം എത്ര എണ്ണം കയറും? 8 എണ്ണമേ കയറത്തുള്ളൂ. ശ്രദ്ധിച്ചോ? അപ്പം മാക്സിമം K ഷെല്ലിൽ ഉൾക്കൊള്ളുന്നത് 2, L ഷെല്ലിനകത്ത് മാക്സിമം 8. ആ ഒരു രീതിയിൽ തന്നെ പോയിക്കോണം കേട്ടോ. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഓടിച്ചിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇവിടെ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുമ്പം ഇതാണ്, ഒരു ഇലക്ട്രോണ്, നടുക്ക് ന്യൂക്ലിയസ്. ഹീലിയം എന്ന് പറയുമ്പം 2 ഇലക്ട്രോണ്, അതായത് ഒരു ഷെല്ല്, K എന്ന് പറയുന്ന ഒരു ഷെല്ല്, അതിനകത്ത് 2 ഇലക്ട്രോൺസ്. ലിഥിയം എന്ന് പറയുമ്പം 2 എണ്ണം Kക്കകത്ത് കൊണ്ടു കഴിഞ്ഞു. 3ാമത്തെ ആളെ നമ്മൾ എല്ലിനകത്ത് ഉൾപ്പെടുത്തി. ബെറിലിയം എന്ന് പറയുമ്പോഴും 2 എണ്ണം വെളിയിൽ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്രതീകം, റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രതീകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ് ഐസോബാറുകളും ഐസോടോപ്പുകളും. എന്താണ് ഐസോടോപ്പ്? എന്താണ് ഐസോബാർ? ഓടിച്ചിട്ട് പറയാം. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പ്. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ ആണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. എന്താ? ഒരേ അറ്റോമിക് നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ. ഇപ്പം പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇവിടുത്തെ എല്ലാ അറ്റോമിക് നമ്പർ നോക്കിയാൽ താഴത്തെ 111 ആണെങ്കിലും മുകളിലത്തെ മാസ് നമ്പറിനകത്ത് വ്യത്യാസമുണ്ട്. സോ അത് ഐസോടോപ്പുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കാർബണിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഇതൊക്കെയെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 6 തന്നെയാണ്. പക്ഷേ മാസ് നമ്പറിനകത്ത് വ്യത്യാസമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഐസോടോപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അഥവാ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്യൂട്ടീരിയം. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാർബണിൻ്റെ ഐസോടോപ്പായ കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫോസ്ഫറസിൻ്റെ ഐസോടോപ്പാണ് ഫോസ്ഫറസ് 31. അത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോണം കേട്ടോ.
അയഡിൻ 131, കൊബാൾട്ട് 60 മുതലായവ വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അതൊക്കെ ഒന്ന് നോക്കി വിട്ടണം കേട്ടോ. ഇനി ഐസോ ബാറുകളും ഐസോ ടോണുകളും എന്താണെന്നൂടെ നോക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ളതാണെങ്കിൽ ഐസോ ബാർ, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഐസോടോപ്പ് ആണെങ്കിൽ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പർ ആണെങ്കിൽ ഐസോ ബാർ ആയിട്ട് വരും. അത് കാൽസ്യം, ആർഗൺ തുടങ്ങിയവ ഐസോ ബാറുകളാണ്. ഇനി ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് ഐസോടോൺ. ഒരേ എണ്ണം ന്യൂട്രോണുകളാണെങ്കിൽ ഐസോടോൺസ് എന്ന് വിളിക്കുന്നു. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നൈട്രജനും കാർബണുമാണ് ഐസോടോണിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നന്നായിട്ട് വായിച്ച് നോക്കേണ്ടത്. പിന്നെ ലാസ്റ്റായിട്ട് അവർ ഹിഗ്സ് ബോസോൺ എന്ന ദൈവകണം, ഇത് നമ്മൾ PSC പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹിഗ്സ് ബോസോൺ എന്നറിയപ്പെടുന്നത് ദൈവകണമാണ് എന്നുള്ള കാര്യം. അപ്പം ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്നും നോക്കിയില്ലെങ്കിലും KLMN അതെങ്ങനെയാണ് വന്നതെന്നും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ബോറിൻ്റെ പ്രസ്താവനകൾ, റൂദർഫോർഡിൻ്റെ പ്രസ്താവനകൾ സമയം കിട്ടുവാണെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് തന്മാത്ര, അതുപോലെ എന്താണ് ആറ്റം, അതിൻ്റെ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ, ആറ്റത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.